ഗുരുവായൂരിൽ കല്യാണ ചെറുക്കന് വരാൻ മന്ത്രിയുടെ 7-ാം നമ്പർ കാർ തന്നെ വേണം. അതൊക്കെ കോൺഗ്രസ്സുകാരുടെ ഒരു എളിമയായി കാണണം. വേറെ കാറിൽ വന്ന് പൈസ കളയാതെ ചെലവ് ചുരുക്കാനുള്ള ഒരു മാർഗമായി മാത്രം നമ്മൾ അതിനെ കാണണം. അതിന്റെ പേരിൽ കാര്യമായ ചാനൽ ചർച്ചകളൊന്നും ആരും ചെയ്യാനും പാടില്ല. അപ്പോൾ ഉയർന്ന ചോദ്യം, ഒരു സംസ്ഥാന മന്ത്രിയുടെ മകന് സ്റ്റേറ്റ് കാറിൽ യാത്ര ചെയ്യാമോ എന്നതാണ്. തീർച്ചയായും അയാൾക്ക് അതിൽ യാത്ര ചെയ്യാം. മന്ത്രി ആ വാഹനത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ആ കുടുംബത്തിന് ഒന്നടങ്കം യാത്ര ചെയ്യാം. അതിന് പ്രത്യേക നിയമതടസ്സമില്ല. എന്നാൽ സ്റ്റേറ്റ് കാർ ഉപയോഗിക്കേണ്ടത് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രമാണ്. മന്ത്രി എന്ന നിലയിൽ എവിടെയൊക്കെ പോകണോ അവിടെ എല്ലാം അതിൽ പോകാം. എന്നാൽ സ്വകാര്യ ആവശ്യങ്ങൾക്കായി സർക്കാർ വാഹനം ഉപയോഗിക്കുമ്പോൾ ആ യാത്രയുടെ ദൂരം കണക്കാക്കി നിശ്ചിത തുക സർക്കാരിലേക്ക് അടക്കേണ്ടതുണ്ട്. കല്യാണം എന്നത് ഒരു സ്വകാര്യ ആവശ്യം തന്നെയാണ്. നേരത്തെ പിണറായി വിജയന്റെ മകൻ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തിയിരുന്നു. അയാൾ അവിടെ പ്രാർത്ഥിക്കാൻ പോയതാണോ എന്നോ അല്ലെങ്കിൽ അമ്പലവും പരിസരവും കാണാൻ പോയതാണോ എന്നൊന്നും നമുക്ക് വ്യക്തമായി അറിയില്ല. പക്ഷേ അത് പത്രങ്ങളിലും ചാനലുകളും വലിയ വാർത്തയായി മാറിയിരുന്നു. രാഷ്ട്രീയ എതിരാളികൾ, രാഷ്ട്രീയ നിരീക്ഷകർ, നിഷ്പക്ഷരായ ചാനൽ ചർച്ചക്കാർ വരെ പിണറായിയുടെ മകനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ ഒരു വാക്ക് പോലും മിണ്ടാത്ത, ഒരു രാഷ്ട്രീയ യോഗത്തിന്റെ അടുത്തുകൂടി പോലും പോകാത്ത പിണറായി വിജയന്റെ മകൻ ഒരു അമ്പലത്തിൽ വന്നു പോകുന്നത് ഫോട്ടോ എടുത്ത് വാർത്തയാക്കും. സ്വാഭാവികമായും തന്റെ സ്വകാര്യതയിൽ കടന്നുകയറി ഫോട്ടോ എടുത്ത ആളോട് അത് ചെയ്യരുത് എന്ന് പറയാൻ അയാൾക്ക് അവകാശമുണ്ട്. എന്നാൽ അത് തടയാൻ ശ്രമിച്ചതും വലിയ വാർത്തയായി മാറി. ഇപ്പോൾ റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ മകന്റെ വിവാഹം അതേ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കുന്നു. മന്ത്രിയുടെ 7-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ പ്രതിസുത വരൻ മാതാപിതാക്കൾക്കൊപ്പം വന്നിറങ്ങുന്നു. കാർ നിർത്തുന്നത് ഒരുപറ്റം മാധ്യമ പ്രവർത്തകർക്ക് നടുവിലാണ്. മന്ത്രി എല്ലാവർക്കും കൈകൊടുത്ത് ചിരിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് കയറിപ്പോകുന്നു. ഈ ചാനലുകാരും മാധ്യമ പ്രവർത്തകരും വളരെ ഹാപ്പിയായി നിൽക്കും. ഒരു മന്ത്രിക്ക് അനുവദിച്ച സ്റ്റേറ്റ് കാറിൽ പെട്രോൾ അടിക്കുന്നതും റിപ്പയർ ചെയ്യുന്നതുമെല്ലാം ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. ഇതൊക്കെ മാധ്യമങ്ങൾ തന്നെയാണ് എപ്പോഴും വിളിച്ചു പറയാറുള്ളത്. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ അതെല്ലാം മാറി. സ്റ്റേറ്റ് കാറിൽ വരുന്ന മന്ത്രിയുടെ മകനെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ് മാധ്യമങ്ങൾ. ഇപ്പോൾ പലരും ചോദിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ എന്തിനാണ് പിണറായി വിജയന്റെ കാറിൽ കയറ്റിയത് എന്നൊക്കെയാണ്. അത് സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടിക്ക് പോയതായിരുന്നു. അതിന്റെ പേരാണ് അയ്യപ്പ സംഗമം. അല്ലാതെ പിണറായിയുടെ മകന്റെ കല്യാണത്തിന് പോയതല്ല വെള്ളാപ്പള്ളി നടേശൻ. പമ്പയിൽ നിന്നും കുറച്ചകലെയുള്ള അയാൾ കൂടി പങ്കെടുക്കുന്ന സർക്കാർ പൊതുവേദിയിലേക്കാണ് വെള്ളാപ്പള്ളിയെ കൊണ്ടുപോയത്. വെള്ളാപ്പള്ളിയുടെ കയ്യിലിരിപ്പ് എന്താണെങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായത്തിന്റെ നേതാവാണ് അദ്ദേഹം. കൂടാതെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട വ്യക്തി കൂടെയാണ്. ന്യായീകരിക്കാൻ നിൽക്കുന്ന കോൺഗ്രസുകാർ ഒരു കല്യാണം എന്താണെന്നും പൊതുപരിപാടി എന്താണെന്നും കൂടെ നന്നായി മനസ്സിലാക്കുക. ഇത് കൂടാതെ മുഖ്യമന്ത്രി സതീശന്റെ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനം ജനങ്ങളുടെ ദർശനം തടസ്സപ്പെടുത്തിയെന്ന് BJPയുടെ വക പരാതിയുമുണ്ടായി. വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുള്ള മേഖലയിൽ ഹൈബി ഈഡൻ MP വീഡിയോ ചിത്രീകരിച്ചു. മുഖ്യമന്ത്രിക്കും അനുയായികൾക്കുമായി VIP ദർശനം അനുവദിച്ചു. ഇതെല്ലാം ഹൈക്കോടതി ഉത്തരവുകളുടെ ലംഘനമാണെന്നും BJP നേതാവ് B ഗോപാലകൃഷ്ണൻ പറയും. തലേന്ന് രാത്രി 11 മണി മുതൽ ദർശനത്തിനായി കാത്തുനിന്ന ഭക്തർ മുഖ്യമന്ത്രിയുടെ ദർശനത്തെ തുടർന്ന് ദർശനം ലഭിക്കാതെ മടങ്ങിപ്പോയിരുന്നു. മന്ത്രിമാരും MPമാരും അടക്കം മന്ത്രി അനിൽകുമാറിന്റെ മകന്റെ വിവാഹത്തിന് പങ്കെടുക്കാനായി എത്തി. മറ്റൊരു സവിശേഷത എന്തെന്നാൽ K കരുണാകരന് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി കൂടിയാണ് VD സതീശൻ.